ടീച്ചറെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ സമയത്ത് ചെറിയ കുട്ടികൾ പോലും ടീച്ചറെ ഇമിറ്റേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണുന്നുണ്ടായിരുന്നോ? അതിനൊക്കെ ഞാൻ ഇപ്പൊ മറുപടികൾ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ പിന്നെ അവർ തന്നെ വല്ലാതെ ആവുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ അവർക്ക് മറുപടി കൊടുക്കാനൊന്നും പോയില്ല. എങ്ങനെ ഫോണിലോ എന്നെ വിളിക്കുമ്പോഴോ എന്നെ ചിലരൊക്കെ വിളിച്ച് ഇവർ എനിക്കെതിരെ ഇട്ടപ്പോൾ സത്യഭാമ ടീച്ചറിന് ഇങ്ങനെ ഒരു അവസരം വരും എന്നുള്ളത് ഇവരാരും വിചാരിച്ചില്ല. അന്ന് തന്നെ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാം ഞാൻ വെട്ടിപ്പായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കും, അത് യാതൊരു സംശയമില്ല. അപ്പം എന്തെന്നാ അവർക്കൊരു കേസിനോ എനിക്കെതിരെ പരാതിക്ക് പോകാൻ പറ്റില്ല. എന്താ അറിയോ, ഞാനതെല്ലാം സെറ്റാക്കി വെച്ചേക്കല്ലേ, ഇവരെന്നെ പറഞ്ഞതല്ല. അപ്പോൾ ഇവർക്ക് എനിക്കെതിരെ എങ്ങനെ പോകാൻ പറ്റൂ? അപ്പോൾ ചെറിയ കുട്ടിയായാലും ചെറിയ കുട്ടി ചെയ്യുന്നത് എന്തുകൊണ്ടാ? കുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടല്ലേ ചെയ്യണത്. അപ്പം ഈ കുട്ടി വലുതായാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പം അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. അത് അവർ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ അത് ഇന്നതാ പ്രശ്നം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം അതാണ് ടീച്ചറെ. ഒരു കുട്ടിയോട് കലാമണ്ഡലം സത്യഭാമ ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചറിന്റെ ഇപ്പൊ ഇതുവരെയുള്ള ജീവിതത്തിൽ ടീച്ചർ എത്രയോ വർഷമായിട്ട് എത്രയോ ശിഷ്യരുള്ള ഒരു ടീച്ചറെ ഇങ്ങനെ ആയിരുന്നില്ല ഈ പുതിയ കുട്ടികൾ അറിയേണ്ടത്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ടീച്ചറിന് അങ്ങനെ തോന്നിയില്ല? അങ്ങനെയെന്നുള്ളത് അതിന് ഒരു ഉറക്കം കൊണ്ട് നേരം വിളിക്കുമോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ ഒന്ന് ഉണരും, മനുഷ്യരായ ഒന്ന് ഉണരും, എല്ലാവരും ഉണരും, പിന്നെയും നമ്മൾ ഉറങ്ങും എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും വലിയ കാര്യമില്ല. എനിക്ക് ആ സമയത്ത് പിന്നെ ഈ പത്രത്തിലും ടി വിയിലും എല്ലാ മീഡിയയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരായിരുന്നാലും എൻ്റെ സ്ഥാനത്ത് കുട്ടിയായിരുന്നാലും ഒരു എന്തായി ഏതാന്നുള്ള സംശയം വരും. അതെനിക്കും വന്നു, എനിക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റും. ഞാൻ അങ്ങനെ മനുഷ്യനല്ല, എനിക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ അതിനും വേണ്ടും നല്ല പോലെ ആരെന്ത് പിന്നെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സൗദിയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, പല സ്റ്റേറ്റിൽ നിന്നും, അല്ലെങ്കിൽ എറണാകുളത്തു നിന്ന്, അവിടെ നിന്ന് പല ദിക്കിൽ നിന്ന് എന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് പറയണത് അറിയും, ഞങ്ങൾ ടീച്ചറിനെ ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചു, ടീച്ചർ ഇന്നതുപോലെ. എന്താ പറയുക, ഞാനിപ്പോൾ പുറത്ത് ഇറങ്ങിയത് കൊണ്ടാണ് അത് കേൾക്കുന്നത്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ കഴിവിനെ പലരും എന്തോ പറഞ്ഞറിയോ, അവരിനി അവരിനി രക്ഷപ്പെടില്ല, അവരുടെ എല്ലാം തീർന്നിട്ടില്ല. ഞാൻ ചേട്ട കുടഞ്ഞ് തന്നെ ഞാൻ എഴുന്നേറ്റ് ഞാൻ പാടിയും എൻ്റെ പിള്ളേർ കളിച്ചതും എൻ്റെ എല്ലാ പ്രോഗ്രാംസും ഈ മീഡിയയിലെല്ലാം ഇട്ടുകൊണ്ടിരിക്കുക. മീഡിയയല്ല എൻ്റെ പേജിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ പുറകോട്ട് പോവില്ല എന്നുള്ളത് ഒന്ന്. പിന്നെ കുറേ പറഞ്ഞു എന്താ അറിയുക, അവർക്ക് എനിക്ക് കഴിവില്ല എന്ന് ഒരു കലാകാരൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ഒരു കലാകാരൻ പറയട്ടെ കേരളത്തിലെ. ടീച്ചറിന്റെ അത്തരത്തിലുള്ള കഴിവുകളെയൊന്നും ആരും ചോദ്യം ചെയ്തില്ല. അവർക്ക് കഴിവില്ല, അവരിനി ഒന്നുമല്ലാതെ പോയിട്ടില്ല. ഞാൻ പുറത്തോട്ടും ഇങ്ങോട്ട് വന്നില്ലേ, ഇപ്പോൾ ഇനി കുറേയും കൂടെ സജീവമാവും. എന്ത് കുഴപ്പം? ഞാൻ അതിനും വേണ്ടി ഒരു തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്തെല്ലാം നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കണം, അതുപോലെ വല്ലതും ഞാൻ ചെയ്താ, വല്ല പീഡന കേസിൽ പ്രതിയാ, അല്ലെങ്കിൽ വല്ല കൊലപാതകം വല്ലതും ചെയ്താൽ. ഇനി ഒരു കറുപ്പും വെളുപ്പിനെ കുറിച്ച് പറഞ്ഞു, അതെൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ പുറകോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ആ നിലപാടിൽ ടീച്ചർ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് അതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നമുക്ക് അതങ്ങ് അവസാനിപ്പിക്കാം. ബാക്കി ടീച്ചറിന്റെ വിശേഷങ്ങളും കൂടെ ചോദിക്കാനുണ്ട്. ഈ ഒരുപാട് കുട്ടികളുടെ പാരൻസ് ടീച്ചറുമായിട്ട് എപ്പോഴും നിരന്തരം ബന്ധപ്പെടുന്നവരാണ്, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ടീച്ചറോട് സംസാരിക്കുകയോ അതിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും വന്നോ? ഇല്ല, പൊതുവേ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ, ഞാൻ ശരിക്കും തൃശ്ശൂർ ബേസ് ചെയ്ത ഒരാളാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിലായത്. അപ്പോൾ ഇവിടെ തന്നെ പല ഡാൻസുകാരും, കൂടുതലും എനിക്ക് തോന്നുന്നത് ഡാൻസ് ആൺകുട്ടികളാണ്. മാഷുമാർ ഇങ്ങനെ പലരും നമ്മുടെ ഗൾഫിലോട്ടും പല രാജ്യങ്ങളിലും എനിക്കറിയാവുന്ന പലരും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പോയത് ഗൾഫിലോട്ട് എന്ന് ചോദിക്കുകയാണ് എന്നെ വിളിക്കുമ്പോൾ. ടീച്ചറെ ഇവിടെ ഭയങ്കര കുട്ടികളൊന്നുമില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ വന്നത് എപ്പോഴറിയാം, കൊറോണ വന്നതിന് ശേഷം കുറേ കുട്ടികൾ എല്ലാ സ്ഥാപനത്തിലും ഒക്കെ അങ്ങോട്ട് നിർത്തി. പിന്നെ അതൊന്ന്, ഇപ്പോൾ അത് അവർക്ക് കുട്ടികൾ കുറവുള്ളതുകൊണ്ട് അവർ പറയാമെന്ന് ധരിക്കേണ്ട. എൻ്റെ വീട്ടിൽ സാമാന്യം നല്ല ഫീസാണ്. ഫീസെന്ന് പറഞ്ഞാൽ ഞാൻ സീനിയറാണ്, കുറച്ച് തീരെ ജൂനിയറല്ല. പിന്നെ ഓരോ ടീച്ചർമാർക്കും ഓരോ തരം ഫീസാണ്. അപ്പോൾ ഫീസ് കുറച്ച് കിട്ടുന്ന ചില സ്ഥാപനം നോക്കി പോകുന്നവരുണ്ട്, അങ്ങനെ ചിലർ പോകും.
പിന്നെ ചിലർ പിന്നെ മെയിനായിട്ട് കൊറോണ കഴിഞ്ഞതിന് ശേഷം പിള്ളേർ കുറേ അങ്ങോട്ട് എല്ലാ സ്ഥാപനത്തിൽ നിന്നും പോയിട്ടുണ്ട്. പലരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി വരുമാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പോകണം. അപ്പോൾ ഞാൻ ഈ പ്രായമായിട്ട് ഇനി ഗൾഫിലോട്ടും ഒന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ പിള്ളേർ പോയി എന്ന് പറയാനായിട്ട് കുറേ ദിവസം കൊറോണ ആയിട്ട് അടച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചിട്ടികളെല്ലാം പിടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് വന്നു ആ സമയത്ത്. ആ ചിട്ടികളൊക്കെ ഇപ്പോൾ അടഞ്ഞുകൊണ്ട് പോകണം. അല്ല നമുക്കിപ്പോൾ ഇത് നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? വേറെ വരുമാനം ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഡാൻസ് പഠിപ്പിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾ ഈ കാരണത്താൽ കുട്ടികൾ പോയോന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ അത് പഴയതുപോലെ. പിന്നെ ഓടി കയറി എല്ലാ ദിവസവും കുട്ടികൾ എല്ലാ സ്ഥാപനത്തിലും ചേരുന്ന പരിപാടി ഒരു സ്ഥാപനത്തിലും ഇല്ല. സമ്മർ വെക്കേഷന് അല്ലെങ്കിൽ പൂജ ഹോളിഡേ ഇല്ല, നമ്മുടെ വിജയദശമിയുടെ അന്ന് അങ്ങനെയൊക്കെ. പിന്നെ കൂടുതൽ കുട്ടികൾ വരുന്നതൊക്കെ ആ സമയത്താണ്. അല്ലാതെ വരുന്നതൊക്കെ ഒന്നും മുറിയൊക്കെ ആയിട്ട് ഓരോ കുട്ടികളൊക്കെ വരും. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒരു മോനേ ഉള്ളൂ. വേറെ ഒരുപാട് ദാരിദ്ര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതൊക്കെ വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ മോഹിനിയാട്ടവും കറുപ്പും ആയിരുന്നല്ലോ നമ്മുടെ പ്രശ്നം. അതെ. അപ്പൊ ഈ മോഹിനിയാട്ടം കറുത്ത കുട്ടികൾ പഠിക്കണ്ട അങ്ങനെ തന്നെയാണോ ടീച്ചറെ? ഒരിക്കലും ഇല്ല. ഞാൻ കറുത്ത കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷേ അല്ലല്ല, ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് എൻ്റെ ഒരു കുട്ടി മോഹിനിയാട്ടത്തിന് പോയി. ആ കുട്ടി നല്ല നിറമില്ല, ഒത്തിരി, പക്ഷെ അസാധ്യമായിട്ട് കളിക്കും. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ നിൻ്റെ വേഷഭംഗിയുടെ കാര്യം വരുമ്പോൾ ഇത്തിരി എനിക്ക് എൻ്റെ കുട്ടിയോട് പേഴ്സണലായിട്ട് പറയാമല്ലോ. ഞാൻ പറഞ്ഞു, മോളെ വേഷഭംഗി നിനക്ക് ഇത്തിരി കുറവാണ്. ആ സാരല്ല ടീച്ചർ, എന്തായാലും ഒരു വേദി. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും പറഞ്ഞു, ടീച്ചർ ഒരു നല്ല നമ്മുടെ സനറ്റും ഉള്ളായിരുന്നു ഈ വർഷമല്ല കേട്ടോ, കഴിഞ്ഞ വർഷം. അത് ആ കുട്ടി അന്ന് ലാസ്റ്റ് കളിച്ചപ്പോൾ യൂണിവേഴ്സിറ്റിക്ക്. ഞാൻ പറഞ്ഞു, അവർ പറയണത് എന്താ അറിയാം ടീച്ചർ, ഒരു വേദി എന്ന് പറഞ്ഞാൽ കുറേ ക്ലാസ്സിൻ്റെ ഫലമാണ്. അത് അറിയാവുന്നവർക്കറിയാം എൻ്റെ കാര്യം. അപ്പോൾ ആ കുട്ടി അതങ്ങ് ഞാൻ കളിച്ചോ, നമ്മൾ കളിച്ചോ, ധൈര്യമായിട്ട് കളിച്ചോ. അങ്ങനെ കളിച്ച് പ്രൈസൊന്നുമില്ല. അപ്പോൾ എൻ്റെ കുട്ടിയോട് ഞാൻ പറയും, ഇന്നതാ കാര്യം മോളെ നിനക്ക് മാർക്ക് ചിലപ്പോൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനൊരു ജഡ്ജായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സൗന്ദര്യം നോക്കിയില്ല. ഇപ്പോൾ ഇതാ ഡ്രസ്സ് മോശമാണെങ്കിൽ മാർക്കിടാത്ത ജഡ്ജസുണ്ട്. ഞാൻ ഒരു ഭരതനാട്യം ഡ്രസ്സ് ഇട്ട് ഒരു കുട്ടി വന്നാൽ കുട്ടിക്ക് ഇച്ചിരി കറുപ്പോ വെളുപ്പോ എന്തോ ആയിക്കോട്ടെ, നിറം അവിടെ നിൽക്കട്ടെ, നല്ല കൂടിയ സാരി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ടെമ്പിൾ സെറ്റ് എന്ന് പറയും, ഓർണമെൻറ്റ്സ് കൂടിയത്, അതല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കുക. അങ്ങനത്തെയൊക്കെ ഒരു മെൻറ്റാലിറ്റിയൊക്കെ ചില ജഡ്ജസ് വന്നിട്ട് നോക്കും. ഞാൻ പക്ഷെ അത് നോക്കില്ല. ആ സാമാന്യ ഒരു പാവപ്പെട്ട കുട്ടിക്ക് കളിക്കണ്ടേ, ഭരതനാട്യം ഡ്രസ്സാണോ നോക്കും, മോഹിനിയാട്ടം ഡ്രസ്സാണ് നോക്കും. മോഹിനിയാട്ടം ഡ്രസ്സേ ഒരു ടീച്ചർ എനിക്ക് ഇടപെട്ട് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ ടീച്ചർ ഇതിനു വേണ്ടി അല്ലായിരുന്നോ വാദിക്കേണ്ടത്? നമുക്ക് മാറ്റിക്കൂടായിരുന്നു അത്? ടീച്ചർ ചെയ്യുന്നത് പോലെ ബാക്കിയുള്ളവരും വരണമെന്ന് പറയുമ്പോൾ അതൊരു കോസല്ലേ, അതൊരു ഒരു അങ്ങോട്ടേക്കൊക്കെ എന്തിനാ വലിച്ചടിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കാം, മോഹിനിയാട്ടത്തില് സൗന്ദര്യം വേണമെന്നുള്ള കറുപ്പും വെളുപ്പിന്റെ ആണല്ലോ സബ്ജക്റ്റ് വന്നത്. അതിനിപ്പോ എന്തിനാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ? ഞാൻ ഇത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. അല്ല, ഞാൻ ചോദിച്ചതാണ്, ടീച്ചർ അങ്ങനെ മാർക്ക് ഇടില്ലെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ടീച്ചർ അങ്ങനെ ഡ്രസ്സോ അല്ലെങ്കിൽ ഭംഗിയോ നോക്കിയല്ല, അവരുടെ ഡാൻസിനാണ് മാർക്ക് ഇടുന്നത്. പൊതുവെ പുറത്തുള്ളവരുടെ കാര്യം ഞാൻ ഇതാണ് ടീച്ചർ ചിലപ്പോ അന്ന് പറഞ്ഞിരുന്നത്. ഇത് മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണമെന്നല്ല ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ. ഞാൻ ഈ പറയുന്നതെല്ലാം എറണാകുളത്ത് തൃപ്പൂണിത്തറ കുറേ മോഹിനിയാട്ടത്തിൻ്റെ അതോറിറ്റീസ് ഉണ്ട് ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തിനേക്കാളും എന്താ തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് പോകുമ്പോൾ കിട്ടും. അവരോടൊക്കെ സംസാരിക്കും. ഞാൻ പറയണെങ്കിൽ നിങ്ങളൊക്കെ അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് വരുത്തും. അപ്പോൾ അവർ ഇതുപോലെ എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ നോക്കണം. എന്നെ വിളിച്ചു കൊടുത്തിട്ട് എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞങ്ങൾ കുറച്ച് മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ടീച്ചർ, ഞാൻ പറയുന്ന മോഹിനിയാട്ടം കൊണ്ടുവരാവൂ. ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ വേറെ സ്റ്റേറ്റിന്റെ ഉറപ്പായിട്ട് കൊണ്ടുവരാം. ടീച്ചർ ഞാൻ പറഞ്ഞ ടീച്ചർ നമ്മൾ ആ ഒരു കാരണത്തിന് വേണ്ടിയായിരുന്നു ഇറങ്ങി തിരിച്ചെങ്കിൽ ടീച്ചറിന്റെ കൂടെ കുറെ ആളുകൾ കൂടി നിന്നേനെ എന്നുള്ള ടീച്ചർ പറയുന്നത് അത്രയും നല്ല കാര്യമാണല്ലോ. എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാലേ അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ ചോദിക്കുന്നു. നാഗസൈരന്ധ്രിയുടെ അടുത്തിടയ്ക്ക് പോയിരുന്നു. അതെന്താണ്? അപ്പൊ അതിനും ആളുകളുടെ കമന്റ് ഉണ്ട്, അത് സോഷ്യൽ മീഡിയയിൽ കയറാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ നോക്കിയാ, ഞാനിപ്പോ ഇവിടുന്ന് ഈ സ്റ്റുഡിയോന്ന് ഞാൻ എന്റെ വീട് വരെ നടക്കുക എന്ന് വിചാരിച്ചോ, അതിനും കമന്റ് വരും. സത്യഭാമ ടീച്ചറിന്റെ നടന്നു പോണു കേട്ടാ, വണ്ടിയില്ല ഒന്നുമില്ല, നടന്നു പോണ. അതിന് അപ്പം അതിൻ്റെ താഴെ ഒരു 1500 കമന്റ് വേണ്ടാത്തതും, അതിനിടയ്ക്ക് ഒരെണ്ണം നല്ലതിടും. ഇതൊക്കെ എന്തിനിതൊക്കെ നോക്കാൻ പോണം? നമ്മുടെ ഉറക്കം പോവും. ഇതൊക്കെ നോക്കി ആവലാതി വെപ്രാളൊക്കെ വന്നിട്ടേ ഉറക്കം പോവും. ഈ ഉറക്കം പോകുമ്പോൾ ഭക്ഷണം കഴിക്കാത്തേക്കാളും ക്ഷീണമാണ് ഉറങ്ങിയില്ലെങ്കിൽ. അറിയില്ലെങ്കിൽ അറിഞ്ഞോ, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വരും. അപ്പൊ ഉറക്കം പോയ ആളുകൾ ഉണ്ടായിരുന്നല്ലോ ടീച്ചറിന്? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ.
അങ്ങനെ ചെയ്യാനുള്ളതല്ലല്ലോ. ശരിയാണ്. ഒരു അതാ ഞാൻ ആദ്യത്തെ മനുഷ്യജന്മം ചോദ്യമായിട്ട് കിട്ടുന്നത് ഒരുപാട് കാലത്തെ. ശരി, നമുക്ക് ആ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നാഗസൈരന്ധ്രിയെ കാണാൻ പോയത് എന്തിനായിരുന്നു എന്റെ ചോദ്യം. എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം? അല്ല, അതാ വിഷ്വല് പ്രേക്ഷകർക്കായിട്ട് നാഗസൈരന്ധ്രിയുടെ അടുത്ത് പോയ അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു ലൈവ് ഞാൻ ഇന്നൊരു ലൈവ് പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് പോണ ആളാണ്. എൻ്റെ ഡാൻസിൻ്റെ സംബന്ധം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞത്. അതായത് ഒരുപാട് കമൻസുകളൊക്കെ വരുമല്ലോ. കമൻസൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ നാഗസൈരന്ധ്രി എന്തെല്ലാം പറയണേ, ഇന്നാളെന്തെല്ലാം പറയണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരു പയ്യനുണ്ട്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഇത് നാഗസൈരന്ധ്രിയുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ നാഗേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെല്ലാം കമൻ്റ് ഇടുന്നത്, എന്തിനാ ഇങ്ങനെ ഇടുന്നത്, ആ കുട്ടീനെ പറയുന്നതിന് മറുപടി ആ കുട്ടി പറയുന്നത് ഇതാണ്. പക്ഷേ സോഷ്യൽ മീഡിയ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോടോ എന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ പറയാം, ടീച്ചറിൻ്റെ അടുത്ത് പറയാം. അങ്ങനെ ഞാൻ ആ കൊട്ടാരക്കര വഴി തൃശ്ശൂർ പോകുമായിരുന്നു. പോയി വന്നപ്പോഴത്തേക്ക് ഈ പയ്യനെയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കാണാൻ പോയി. അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ആൾ ദൈവങ്ങളെയൊക്കെ അറിയാലോ. ഈ ആൾ ദൈവങ്ങൾക്ക് ഒരു മരണം ഉണ്ടല്ലോ എപ്പോഴെങ്കിലും. അപ്പം അടുത്ത ആൾ ദൈവങ്ങൾ വേണ്ടേ, അതവരൊക്കെ ആയിരിക്കും ഇവര്. അതുകൊണ്ട് ഞാൻ അതിന് കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചോട്ടെന്നേ, നമ്മളെന്തിനാ അവരെയൊക്കെ കുറ്റപ്പെടുത്താൻ? ഇഷ്ടം കൊണ്ട് കൂടി അല്ല, ഇഷ്ടമൊന്നുമില്ല. എന്ത് ഇഷ്ടം? കൊച്ചു അതിന് പ്രായമൊന്നും ഇല്ലാത്തൊരു ചെറിയ പെൺകുട്ടിയല്ലേ. അപ്പോൾ അവരെന്തൊക്കെയോ കാണിക്കുന്നു, അതിന് നമ്മളെന്തിനാ? അപ്പം ഞാനൊരു നല്ലൊരു നാട്ടും പ്രദേശം ഞങ്ങൾ കണ്ടു, വിഷ്വല് കണ്ടിട്ട് നടന്നൊക്കെ പോണത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് അങ്ങോട്ട് നടന്നു പോയത്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യമായി പോയി. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചാൽ നമ്മൾ തീർക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ടീച്ചറെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ടീച്ചർ ഏത് പാർട്ടി? രാഷ്ട്രീയം പറയാൻ ഇല്ല, ഒറ്റ വാക്കിൽ ഉത്തരം മതി. ഏത് പറയാൻ എളുപ്പമാണല്ലോ, കോൺഗ്രസ്, CPM, BJP. അല്ല അങ്ങനെ 3 പാർട്ടിയിലും കലാകാരന്മാർ ഉറച്ചൊരു പാർട്ടിയിൽ നിൽക്കില്ല. എത്ര കലാകാരന്മാർ ഇപ്പം മെയിൻ ആയിട്ടുള്ള കുറെ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളും നമ്മുടെ ഗാനഗന്ധർവന്മാരിൽ കുറെ പേർക്കൊക്കെ ഏത് പാർട്ടിയെന്ന് സത്യമായിട്ട് എനിക്കറിയാം. പക്ഷെ അവർ സജീവമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പറയുന്നില്ല. അവർക്ക് കുറെ കാര്യങ്ങൾ പലരിൽ നിന്ന് കിട്ടണം, അവാർഡുകൾ, ടീച്ചറുടെ മനസ്സിലൊരു പാർട്ടി ഉണ്ട്, പക്ഷെ പറയില്ല. ഇല്ല. ഞാൻ കലാമണ്ഡലത്തിലെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ആ സമയത്ത് ഞാൻ കടകംപള്ളി സാറിനെ എൻ്റെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അങ്ങനെ സാറാണ് എന്നെ കലാമണ്ഡലത്തിലാക്കുന്നത്. അത് പാർട്ടിയിൽ പോയിട്ടാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഇന്നോഗ്രേഷൻ സാറിനെ വിളിച്ചത്, അത്രയേ ഉള്ളൂ. പിന്നെ BJPയിൽ ബന്ധമുണ്ടെന്ന് വെച്ചാൽ അവരെന്നെ പിടിച്ച് സ്റ്റേറ്റ് മെമ്പറാക്കി. അത്രയേ ഉള്ളൂ. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും കുടുംബക്കാരും മൊത്തം കോൺഗ്രസ്. അപ്പൊ എല്ലാം ശരി ടീച്ചർ. അപ്പൊ ടീച്ചറുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് അതിഥിയായതിന് വളരെയധികം നന്ദി. നമസ്കാരം. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥികളും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.